ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലിയ മഹത്വമുള്ളവരാണ് ഭാര്യമാർ. അതേക്കുറിച്ചുള്ള ഒരു ചെറിയ ചർച്ചയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. സർവശക്തനായ അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇണയും തുണയും എന്നത് നമ്മൾ സർവ്വസാധാരണ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ഇണ തുണ. തുണയെല്ലാം ഇണയായിക്കൊള്ളണമെന്നില്ല, എന്നാൽ ഇണ തുണയാവേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഇണ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആള് നമുക്ക് തുണയാവണം. ലോകത്ത് അള്ളാഹു എല്ലാത്തിനെയും ഇണയായിട്ടാ പടച്ചിട്ടുള്ളത്. ചിലത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, ചിലത് കണ്ടെത്താനുമുണ്ട്. രാവും പകലും ഇണയാണ്, ആകാശവും ഭൂമിയും ഇണയാണ്, കരയും കടലും ഇണയാണ്, ഇരുട്ടും വെളിച്ചവും ഇണയാണ്. അങ്ങനെ നോക്കിയാൽ പലതുമുണ്ട്. നമ്മുടെ അവയവങ്ങൾ തന്നെ ഇണകളാണ്, ഇടത്തേതും വലത്തേതും. രണ്ട് കണ്ണ്, രണ്ട് ചുണ്ട്, രണ്ട് കൈ. എന്നാൽ ചില അവയവങ്ങൾ ഒറ്റയായി കാണുന്നുണ്ട്, എന്നാൽ അവയുടെ ഘടനയിൽ അത് രണ്ട് ഭാഗം ചേർത്ത് വെച്ച ഇരട്ടയാണ് എന്നും നമുക്ക് പഠനങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതായത് സൃഷ്ടിക്ക് ഇണ വേണം എന്ന് ചുരുക്കം. സൃഷ്ടാവാണ് ഇണയില്ലാത്തത്. ഇണകളുടെ ഇടയിൽ ഇണക്കവുമുണ്ട്, സ്നേഹവുമുണ്ട്, ഒരു ഒരുമയുമുണ്ട്. യഥാർത്ഥത്തിൽ ഇണകൾക്കിടയിലെ സ്നേഹവും ഇഷ്ടവും അവരുടെ ഇടയിലെ ഇണക്കവും എല്ലാം ഒന്നിരുന്ന് ആലോചിച്ചാൽ അതൊരു അത്ഭുതകരമായ കാന്തിക ബലം പോലെ നമുക്ക് തോന്നും. രണ്ട് ഇണകൾക്കിടയിൽ ഒന്നിന് മറ്റൊന്നിനെ കാണാതെ വരുന്ന സന്ദർഭത്തിലുണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ, അത് മനുഷ്യരിൽ മാത്രമല്ല, അത് എപ്പോഴും പറയാറുള്ള ഇണക്കുരുവികളിൽ പോലും, അല്ലെങ്കിൽ മറ്റു പക്ഷികളിലും മൃഗങ്ങളിലുമൊക്കെ തന്റെ ഇണയെ കണ്ടെത്തുക എന്ന വിഷയത്തിൽ ആ ഇണയുടെ അസാന്നിധ്യത്തെ വല്ലാത്ത വിടവായി തന്നെ ശ്രദ്ധിക്കപ്പെടും വിധം മറ്റേ ഇണയിൽ നമുക്കത് കാണാൻ കഴിയും. അപ്പൊ ഇണകൾക്കിടയിലെ ഇണക്കവും അവരുടെ ഇടയിലെ സ്നേഹവും എല്ലാം ഒരു അത്ഭുതകരമായ കാന്തിക ബലം പോലെ നമുക്ക് തോന്നും. ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്ന്, അതായത് അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ഒരു തെളിവാണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഇണകളെ എല്ലാം പടച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു പ്രത്യേകതയായി ഖുർആൻ പറഞ്ഞത് ഇണകളെ പടച്ചു എന്ന, അതായത് പടച്ചതിനെ ഒക്കെ ഇണകളാക്കി എന്ന് ചുരുക്കം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, അള്ളാഹു ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ആകാശത്തിൽ അവന്റെ സൃഷ്ടിപ്പിന്റെ മേഖലകളിൽ മുഴുവനും ഇണകളായിട്ടാ പടച്ചിരിക്കുന്നത്. അതിൽ ചിലതിനെ മനുഷ്യൻ കണ്ടെത്തി തിരിച്ചറിഞ്ഞു, ചിലതിനെ കണ്ടെത്താനുമുണ്ട്. ആ വിഷയത്തിലേക്ക് ഈ ആയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ആരാ? എല്ലാത്തിനെയും അവൻ ഇണകളായി പടച്ചു. ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാ ഇണകളെയും അവനാണ് പടച്ചത്. മിമ്മാ തുംബിത്തുൽ അർളു, ഭൂമി മുളപ്പിച്ചുണ്ടാക്കിയതിൽ ഇണകളുണ്ട്. വമിൻ അൻഫുസിഹിം, നിങ്ങളുടെ ശരീരങ്ങളിലും ഇണകളെ പടച്ചിട്ടുണ്ട് അവൻ. വമിമ്മാ ലാ യഅലമൂൻ, അറിയാത്ത പലതിലും ഇനി ഇണകളെ കണ്ടെത്താനുമുണ്ട്. അപ്പൊ ഇണകൾ സൃഷ്ടികൾക്കിടയിൽ ഉണ്ട് എന്നത് അനിഷേധ്യമായ ഒരു കാര്യമാണ്. ആകാശവും ഭൂമിയും ഇണയാണ്. ആകാശം വാപ്പയാണ്, ഭൂമി ഉമ്മയാണ് എന്നതാണ് നമ്മുടെ പ്രമാണങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. ആകാശത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ? വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാഹും അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. സൂറത്തുൽ അഅറാഫ്. ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്ത് വരുമെന്നാണ് ഈ ആയത്ത് ഉദ്ഘോഷിക്കുന്നത്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി രേഖപ്പെടുത്തുന്നത് കാണാം. ലിഅന്നസ് സമാഅ തജ്രി മജ്റൽ അബി വൽ അർളു തജ്രി മജ്റൽ ഉമ്മി. ഈ ആയത്തിലൂടെ അർത്ഥമാക്കപ്പെടുന്നത് ആകാശം ഒരു പിതാവിന്റെ ദൗത്യവും ഭൂമി ഒരു മാതാവിന്റെ ദൗത്യവുമാണ് ഈ പ്രപഞ്ചത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് തഫ്സീറുൽ കബീറിൽ ഇമാം റാസി രേഖപ്പെടുത്തുന്നത്.
അപ്പൊ ആകാശത്തെ ഒരു വാപ്പയുടെ സ്ഥാനത്ത്, പിതാവിന്റെ സ്ഥാനത്ത് സ്ഥാപിക്കാനുണ്ടായത്. ധാരാളം ഉദാഹരണങ്ങൾ അത് സംബന്ധമായിട്ട് നമുക്ക് കാണാട്ടോ. ഞാൻ ആ ഭാഗം കൂടുതൽ വിശദീകരിക്കല്ല. ആകാശത്തെ പിതാവിന്റെ സ്ഥാനത്ത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. പിതാവ് എന്ന് പറഞ്ഞാൽ പൊതുവെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന, വീട്ടുകാർക്ക് ആവശ്യമായ റിസ്ക് തേടിക്കൊണ്ടുവരുന്ന ആളാണ് പിതാവ്. ഭൂമി അത് പാചകം ചെയ്ത് ഭൂമി അത് പാചകം ചെയ്ത് ഭക്ഷണമാക്കി കൊടുക്കണം. എന്ത് രസമായിട്ട് ഖുർആൻ ഇതൊക്കെ പറഞ്ഞത്. വഫിൽ അർളി ആയാതുൽ ലിൽ മൂഖിനീൻ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ വഫിസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ. നിങ്ങളുടെ റിസ്ക് ആകാശത്തിലാണെന്ന് ഖുർആൻ. അതായത് ആകാശമാണ് മനുഷ്യന് ജീവിക്കാനുള്ളത് ഭൂമിയിലെത്തിക്കുക. അത് മഴയാണെന്നൊക്കെ അർത്ഥമുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങി വരല്, ബറക്കത്ത് ഇറങ്ങി വരല് ഒക്കെ ആകാശത്താണ്. പിതാവിന്റെ സ്ഥാനത്ത് അള്ളാഹു നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നത് ആകാശത്തെയും, മാതാവിന്റെ സ്ഥാനത്ത് റബ്ബ് നമുക്ക് കാണിച്ചു തന്നത് ഭൂമിയെയുമാണ്. അപ്പൊ വാപ്പ കൊണ്ടുവരുന്നത് ഉമ്മയുടെ കൈ കൊടുക്കും, ഉമ്മ അത് പാചകം ചെയ്ത് മക്കൾക്ക് കൊടുക്കും. നോക്കിക്കോ, അങ്ങനെയാണല്ലോ ഖുർആൻ പറഞ്ഞത്. ഫലൻദുറിൽ ഇൻസാനു ഇലാ ത്വആമിഹി അന്നാ സബബനൽ മാഅ സബ്ബാ സുമ്മ ശഖഖനൽ അർള ശഖ്ഖാ فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة نبا متاعا لكم ولأنعامكم. എന്തൊരായത്താണ് റബ്ബേ. ആകാശത്തിൽ നിങ്ങളുടെ റിസ്ക് ഉണ്ട് അല്ലേ? ഇനി നോക്കിക്കോ, നമുക്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം എന്ന് മാത്രം തൽക്കാലം അർത്ഥം നോക്കാം. നമുക്ക് ആവശ്യമുള്ള എല്ലാം റിസ്ക് തന്നെയാണ്. ഫലൻദുറിൽ ഇൻസാനു ഇലാ ത്വആമിഹി. മനുഷ്യ, നീ ചിന്തിക്കുന്നുണ്ടോ? നീ കഴിക്കുന്ന ഭക്ഷണം എവിടെ നിന്ന് എങ്ങനെ വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ മക്കളെ ശകാരിക്കൂലോ, അപ്പൊ പറയാറില്ലേ, എങ്ങനെയാടാ ഇപ്പൊ നീ തന്ന ചോറോടെ വന്നത്? നിന്റെ വാപ്പ അധ്വാനിച്ചു കൊണ്ടുവന്ന് ഉമ്മ അടുക്കളയിൽ പാചകം ചെയ്ത് കിട്ടിയ പോലെ ആ ഒരു അവതരണം വരാറില്ലേ? അള്ളാഹുവിന്റെ ചോദ്യം, മനുഷ്യ, നിന്റെ ഭക്ഷണത്തെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? അന്നാ സബബനൽ മാഅ സബ്ബാ. മുകളിൽ നിന്നും താഴേക്ക് ചൊരിയപ്പെട്ട വെള്ളമാണ്. മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം ചൊരിയും. സുമ്മ ശഖഖനൽ അർള ശഖ്ഖാ. പിന്നെ ഭൂമിയെ പിളർത്തിയിട്ട് ആ ഭൂമിയിൽ ആ വെള്ളം സ്റ്റോർ ചെയ്തു, അടുക്കളയിൽ എത്തിച്ചു, ഉമ്മാടെ അടുത്ത് എത്തിച്ചു. ആകാശത്തിൽ നിന്നും വന്നത് ഭൂമി സ്വീകരിച്ചു. എന്നിട്ടോ ഫഅംബത്നാ ഫീഹാ ഹബ്ബൻ വഇനബൻ വഖളബാ. മനുഷ്യന് ആവശ്യമായ ഫ്രൂട്ട്സുകളും അതുപോലെ തന്നെ തോട്ടങ്ങളും പച്ചക്കറികളും അതുപോലെ ആവശ്യമായ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണമായ ഹബ്ബ് എല്ലാം ഈ ഭൂമിയിൽ നിന്നും മുളച്ചുണ്ടായി ഭൂമി നമുക്ക് തന്നു. ഭൂമിയിൽ നിന്നും പാചകം ചെയ്ത് പുറത്തു വന്നു. ഉമ്മ തന്നു, വാപ്പ കൊണ്ടുവന്നു കൊടുത്തത് പാചകം ചെയ്ത് ഉമ്മ തന്നു. അതാണ് ഈ ഭൂമിയുടെ ആകാശത്തിന്റെ ഇടയിലുള്ള ഒരു കെമിസ്ട്രി. അതാണ് എന്തൊരു ഭംഗിയായ അള്ളാഹു ഈ വിഷയം പറഞ്ഞത്. ഉമ്മ ഭൂമിയും വാപ്പ ആകാശവുമാണ്. ഹദീസ് കണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, തഹഫ്ഫദൂ വതഹഫ്ഫദുൽ അർള ഫഇന്നഹാ ഉമ്മുക്കും. ഇമാം തൊബറാനിയുടെ മുഅ്ജമിലുണ്ട് ഹദീസ്. നിങ്ങൾ ഭൂമിയെ സൂക്ഷിക്കണം, സംരക്ഷിക്കണം, കാരണം ഭൂമി നിങ്ങളുടെ ഉമ്മയാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയാണ് ഭൂമി. എന്തിനാ ഞാൻ ഇതൊക്കെ പറഞ്ഞത്? എല്ലാം ഇണയാണ്. ആകാശവും ഭൂമിയും ഇണയാണ്. ഇണ എന്ന് പറഞ്ഞത് വല്ലാത്തൊരു അനുരാഗത്തിന്റെ ഗോപുരമാണ്. പ്രായമില്ല അനുരാഗത്തിന്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ സ്നേഹത്തിനും അനുരാഗത്തിനും പ്രണയത്തിനും പ്രായമില്ല. അത് ഏത് പ്രായത്തിലും ആ പ്രായത്തിന്റെ പ്രണയമുണ്ട്, അനുരാഗമുണ്ട്, അതിന്റെ മനോഹാരിതയുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ ഒരു ബെഡ്റൂമിനെ വർണ്ണിക്കുന്ന പോലെ ഈ പ്രകൃതിയെ വർണ്ണിക്കുന്നത്. എന്തൊരു രസകരമായ ആയത്താണ് റബ്ബേ. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു ബെഡ്റൂമിനെ വർണ്ണിക്കുന്ന പോലെ.
ഏറ്റവും സുഖസന്തോഷകരമായ ഉറക്കം എന്നത് ഒരു തൊട്ടിലിൽ കിടന്നാടുന്ന കുട്ടിയുടെ ടെൻഷൻ ഇല്ലാത്ത ജീവിതത്തിന്റെ ഉറക്കാണ്. അങ്ങനല്ലേ? ഒരാളുടെ ഉറക്കം പോകുന്നത് എപ്പോഴാ? ടെൻഷൻ ഉണ്ടാവും. ഞാൻ 5-6 ദിവസമായി ഉറങ്ങിയിട്ട്. എന്താ കാരണം? ടെൻഷനായിരുന്നു. ടെൻഷൻ ഉറക്കമില്ലായ്മയുടെ ഒരു കാരണമാണ്. ഉറക്കമില്ലായ്മ ഒരു രോഗമാണ്. നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇത്രയും ടൈമിൽ നമ്മൾ ഉറങ്ങി പോകണം എന്നത് ശരീരത്തിന്റെ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയ്ക്ക് കോട്ടം വരലാണ് നിലവിലെ ആരോഗ്യത്തിൽ നിന്നും മാറ്റം വരൽ. അപ്പൊ ടെൻഷൻ ഒരു രോഗത്തിന് കാരണമായി വരാൻ. എന്താണ് ആ രോഗം? ഉറക്കമില്ലായ്മ. ഉറക്കമില്ലായ്മ മറ്റു പല രോഗങ്ങൾക്കും വഴിവെക്കും. ഏറ്റവും സുഖസുന്ദരമായ ഉറക്കം എന്ന് പറയുന്നത് തൊട്ടിലിൽ കിടക്കുന്ന, ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാത്ത കുട്ടിയുടെ ഉറക്കമാണ് ഏറ്റവും നല്ല ഉറക്കം. എന്താ മൂപ്പർക്ക് അറിയാനുള്ള? ഒന്നും അറിയാനില്ല. ഏറ്റവും നല്ല ഉറക്കം ആ തൊട്ടിലെ ഉറക്കം. ആ തൊട്ടിലാവട്ടെ സുരക്ഷിതമായിരിക്കണം. ആ തൊട്ടില് സുരക്ഷിതമാണ്. അപ്പൊ നല്ല ഉറപ്പുള്ളടത്ത് കെട്ടി തൂക്കിയിരിക്കുന്ന തൊട്ടിലായിരിക്കണം. ഭാര്യയും ഭർത്താവും കിടക്കുന്ന കിടപ്പറയെ വർണ്ണിക്കുന്ന പോലെ, ബെഡ്റൂമിനെ വർണ്ണിക്കുന്ന പോലെ ഖുർആൻ കുറച്ച് ആയത്തുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തൊരു മനോഹരമായ ഉറക്കമാണ് അവിടെ ഉള്ളത്. ആ സമയത്ത് ആ ഉറക്കത്തിന് വേണ്ടിയിട്ട് രണ്ടുപേരും സംഗമിക്കുന്ന ബെഡ്റൂം എത്ര സന്തോഷ നിർഭരമാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലെങ്കിലും പെണ്ണ് എന്തിനുള്ളതാ? പെണ്ണ് ആണിന് സമാധാനം നൽകാനുള്ളത്. അങ്ങനെയാണല്ലോ. അമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജൽ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹുവേ, നീ എത്ര മനോഹരമായിട്ടാണ് ഈ ജീവിതത്തെ വർണ്ണിച്ചത്. അള്ളാഹു ഉണ്ട് എന്നതിന്റെ ഒരുപാട് തെളിവുകളിൽ ഒരു പ്രധാന തെളിവാണ് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും നിങ്ങളുടെ ഇണയെ അവൻ പടച്ചു. നിന്റെ ശരീരത്തിൽ നിന്നാണ് നിന്റെ ഇണയെ പടച്ചത് അല്ലേ? സയ്യിദുന ആദം അലൈഹിസ്സലാം എന്ന ആണിൽ നിന്നാണ് ഹവ്വ റളിയല്ലാഹു അൻഹയെ അള്ളാഹു പടച്ചത്. ആണിൽ നിന്നും പെണ്ണിനെ പടച്ചു. ഇണകളെ മിക്കവാറും അങ്ങനെയാട്ടോ പടച്ചിരിക്കുന്നത്. ഇണകളുടെ സൃഷ്ടിപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആകാശം വാപ്പയുടെ സ്ഥാനത്തും ഭൂമി ഉമ്മയുടെ സ്ഥാനത്താണെന്ന് പറഞ്ഞു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നും ഹവ്വ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ച പോലെ അള്ളാഹു സൃഷ്ടിച്ചല്ലോ. ആദം നബിയിൽ നിന്നും ഹവ്വ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ച പോലെയാണ് ആകാശത്തിൽ നിന്നും ഭൂമിയെ അള്ളാഹു സൃഷ്ടിച്ചത്. ആകാശത്തിൽ നിന്നും ഭൂമിയെ അള്ളാഹു സൃഷ്ടിച്ചത്. 920 ബെൽജിയം ശാസ്ത്രജ്ഞനായ സോറസ് ലിമേറ്ററിന്റെ ഒരു കണ്ടെത്തല്, ബിഗ് ബാങ് തിയറിയായി ലോകത്തറിയപ്പെട്ട ഈ ഭൂമിയുടെയും ആകാശത്തിന്റെയും സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്ന ആ സൈദ്ധാന്തിക ലോകത്തെ ഒരു വലിയ വായനയിൽ നിന്നും നമുക്കിത് ബോധ്യപ്പെടുന്നു. ആകാശം എന്ന വാപ്പയിൽ നിന്നും ഉമ്മയായ ഭൂമിയെ പടക്കപ്പെട്ടതാണ്. ആകാശമാണ് അടിസ്ഥാനം. അല്ലാഹുവിന്റെ ഖുർആനും അത് പറഞ്ഞതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أَوَلَمْ يَرَ الَّذِينَ كَفَرُوا أَنَّ السَّمَاوَاتِ وَالْأَرْضَ كَانَتَا رَتْقًا فَفَتَقْنَاهُمَا وَجَعَلْنَا مِنَ الْمَاءِ كُلَّ شَيْءٍ حَيٍّ أَفَلَا يُؤْمِنُونَ. സൂറത്തുൽ അംബിയാഇന്റെ 30-ാമത്തെ ആയത്താണ്. നിഷേധികൾ കാണുന്നില്ലേ, ആകാശവും ഭൂമിയും പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കായിരുന്നു. ഫഫതഖനാഹുമാ, ഈ രണ്ടിനെയും നാം വേർതിരിച്ചു. ഇന്നഹാ കാനത്ത് ശൈഅൻ വാഹിദൻ മുൽതസിഖതൈനി ഫഫസലല്ലാഹു ബൈനഹുമാ ബിൽ ഹവാ. ആകാശത്തിൽ നിന്നും ഭൂമിയെ വേർതിരിച്ചെടുത്ത്, എന്നിട്ട് ഭൂമിയെ ഭൂമിയാക്കി ആകാശത്തെ ആകാശമാക്കി. രണ്ടും രണ്ട് വ്യക്തിത്വമായി. ഇതുപോലെയാണല്ലോ അള്ളാഹു മനുഷ്യനെയും പടച്ചത്. ഇണകൾ അങ്ങനെയാ പടച്ചത്. പുരുഷനിൽ നിന്നും പെണ്ണിനെ അടർത്തി എടുത്ത് പടച്ചതാണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജൽ ലിതസ്കുനൂ ഇലൈഹാ. എന്തിനാണ് അല്ലാഹു തആല നിങ്ങളുടെ ശരീരത്തിന്റെ അംശമായി നിന്റെ ഇണയെ തന്നെ പടച്ചത്, നിന്റെ ഭാര്യയെ പടച്ചത്? ഭാര്യ സന്തോഷമാണോ? ഭാര്യ സമാധാനമാണ്. മസ്കൻ എന്നാണ് അറബിയിൽ വീടിനെ പറയാ. മസ്കൻ എന്നാണ് വീടിനെ പറയാ. മസ്കൻ
സമാധാനം, സക്കീനത്ത്, സ്വാന്തനമുള്ള ഇടം എന്നാണ് അതിനർത്ഥം. ഭാര്യയുള്ള വീടിനാണ് മസ്കൻ എന്ന് പറയാ. ഒരു ശരിയായ ഭാര്യയുള്ള വീടിനാണ് മസ്കൻ എന്ന് പറയാ. ബൈത്തുന്നോ ദാറുന്നോ. ബൈത്ത് എന്ന് പറയുന്നത് എപ്പോഴാ? രാത്രി ഉറങ്ങാൻ ഉപയോഗിക്കുന്ന കെട്ടിടം, അതിനാ ബൈത്ത് എന്ന് പറയാം. ഒരു വീടുണ്ട്, അവൻ രാത്രി അതിൽ കിടപ്പില്ല, അങ്ങനെയുള്ളതിനെ ബൈത്ത് എന്ന് പറയാൻ പറ്റില്ല. അറബി വ്യാകരണം അനുസരിച്ച് ബാത്ത് എബീത്തു ഉപയോഗിക്കാത്തോടത്ത്, അതായത് രാത്രി പാർക്കൽ ഉള്ള കെട്ടിടത്തിനാണ്, അങ്ങനത്തെ വീടിനാണ് ബൈത്ത് എന്ന് പറയാ. ബൈത്ത് അങ്ങനെയാണ്. മൻസിൽ അത് നമ്മൾ മിക്കവാറും യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് കയറാവുന്ന വീട്, അങ്ങനെയൊക്കെ ഉപയോഗിക്കാവുന്ന മൻസിൽ, ബൈത്ത്, ദാറ്, മസ്കൻ, മഅ്വാ, എത്ര പര്യായങ്ങളാ വീടിനുള്ളത്. ഇവിടെ പറഞ്ഞത് എന്താ? മസ്കൻ എന്ന് പറയുന്നത് ഭാര്യയുള്ള വീടിനാണ്, അല്ലെങ്കിൽ സമാധാനമുള്ള വീടിനാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ അംശമായി നിന്റെ പെണ്ണിനെ അള്ളാഹു പടച്ചത് റബ്ബിന്റെ ഒരു അത്ഭുതകരമായ പ്രവൃത്തിയാണ്. എന്തിനാണെന്നറിയോ? നിന്റെ ശരീരത്തിന്റെ അംശമായി നിന്റെ ഇണയെ അള്ളാഹു പടച്ചത് തസ്കുനു ഇലൈഹ, നിനക്ക് അവളിൽ നിന്നും സമാധാനം ഉണ്ടാവാൻ വേണ്ടി. നിന്റെ സമാധാനം അവളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാ. വഹയിന്റെ ആരവങ്ങളിൽ ഭയന്ന് വന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അണച്ചു പിടിച്ചിട്ട് സമാധാനം കൊടുത്ത നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹ. സമാധാനമാണ് നിന്റെ ഭാര്യ. ഭാര്യ സമാധാനമാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഇണകൾക്കിടയിലെ ഇണക്കം അത് വല്ലാത്തൊരു അത്ഭുതമാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഖുർആൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി പറയുന്നു, ഒരു ബെഡ്റൂമിനെ വർണ്ണിക്കുന്ന പോലെയാണ് മനുഷ്യ ജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ജീവിതത്തിന്റെ ആ രസകരമായ നിമിഷങ്ങൾ ഖുർആൻ വർണ്ണിക്കുന്നത്. അല്ലാഹുവേ, നമുക്ക് ആയത്തുകളിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നജഅലിൽ അർള മിഹാദൻ വൽ ജിബാല ഔതാദൻ വഖലഖനാകും അസ്വാജൻ വജഅൽനാ നൗമകും സുബാതൻ വജഅൽനൽ ലൈല ലിബാസൻ وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا. ഈ പ്രകൃതിയെ അല്ലാഹു വർണ്ണിക്കുകയാണ്. പ്രകൃതിയെ മനുഷ്യന് അല്ലാഹു പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഈ പ്രകൃതി എത്ര സന്തോഷത്തിന്റെ ഭവനമെന്നറിയുമോ? ഈ പ്രകൃതി എന്തിനാ ആളുകൾ മൂന്നാറിലേക്ക് പോകുന്നത്? മനസ്സിന് സന്തോഷം ഉണ്ടാവാനല്ലേ? അതൊക്കെ കാണാൻ, കാശ്മീർ കാണാൻ പോകുന്നതിനാ? ഈ വലിയ വലിയ കാഴ്ചകളും ഈ വ്യൂ പോയിന്റുകളൊക്കെ കാണാൻ വേണ്ടി ജനങ്ങൾ പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോകാം. വാഗമണി പോവാ, മറ്റുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോവാ. ഇതൊക്കെ എന്തിനാണ്? പ്രകൃതി ആസ്വദിക്കാൻ. പ്രകൃതിയുടെ ഭംഗി വല്ലാത്ത ഭംഗിയാണ്. പ്രകൃതിയെ അല്ലാഹു വർണ്ണിക്കുന്ന 4-5 ആയത്തുകളിൽ എത്ര മനോഹരമായ വർണ്ണനയാണ്. ഒരു ബെഡ്റൂം, സമാധാനം കിട്ടുന്ന ഒരു ബെഡ്റൂമിനെ വർണ്ണിക്കാം. ആദ്യം പറഞ്ഞു അലം നജഅലിൽ അർള മിഹാദ, ഈ ഭൂമിയെ അല്ലാഹു ഒരു തൊട്ടില് പോലെയാക്കി. വൽ ജിബാല ഔതാദ, ആ തൊട്ടില് സുരക്ഷിതമാവാൻ, ആ തൊട്ടിലിനെ തറച്ചു നിർത്തിയിരിക്കുന്ന പർവ്വതങ്ങൾ അതിന്റെ ആണികളാണ്. വഖലഖനാകും അസ്വാജ, തൊട്ടിൽ വന്നാൽ തൊട്ടിലിൽ കിടക്കാൻ ഇനി ആര് വേണം? തൊട്ടിലിൽ കിടക്കാൻ ആള് വേണം. വെറുതെ തൊട്ടിലായാൽ തൊട്ടിലിന്റെ ഭംഗിയും തൊട്ടിൽ എന്താണെന്ന് ആസ്വദിക്കലും നടക്കുന്നുണ്ടോ? വഖലഖനാകും അസ്വാജ, നിങ്ങളെ അല്ലാഹു ആണും പെണ്ണുമായി പടച്ചു. തൊട്ടില് സുരക്ഷിതമായി അതിനെ ആണിയടിച്ചു. ഇനി ആ തൊട്ടിലിൽ പാർക്കാൻ ആണും പെണ്ണുമായി നിങ്ങൾ വന്നു. ഏതാണ് ഈ തൊട്ടില്? തൊട്ടില് ഭൂമിയാണ്. തൊട്ടില് ആടാതെ സുരക്ഷിതമാക്കി തന്നു. അത് തൊട്ടിലിന്റെ ആണിയായ, ഭൂമിയുടെ ആണിയായ പർവ്വതമാണ്. അപ്പൊ സുരക്ഷിതമായ തൊട്ടില്. സമാധാനം കിട്ടണമെങ്കിൽ തൊട്ടില് സുരക്ഷിതായിരിക്കണം. തൊട്ടില് സുരക്ഷിത അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പാർക്കുന്നവർക്ക് സമാധാനം ഉണ്ടാവില്ല. ഭൂമിയാകുന്ന തൊട്ടിലേക്ക് ആണിനെയും പെണ്ണിനെയും കൊണ്ടുവന്നു. സയ്യിദുന ആദം അലൈഹിസ്സലാം വ ഉമ്മുന ഹവ്വാ റളിയല്ലാഹു അൻഹാ, ഈ ആണിനെയും പെണ്ണിനെയും കൊണ്ടുവന്നു. ഒരു ബെഡ്റൂമാ പറയുന്നത് തൊട്ടില് പോലെ. തൊട്ടില് പോലത്തെ ബെഡ്റൂം
അതിനെ ഉറപ്പിച്ചു, സുരക്ഷിതമാക്കി. നിങ്ങളെ അല്ലാഹു ഇണകളാക്കി. വജഅൽനാ നൗമക്കും സുബാത. തൊട്ടിലെന്തിനാ? തൊട്ടിൽ പന്തളിക്കാനാ? തൊട്ടിലെന്തിനുള്ളതാ? തൊട്ടിൽ ഉറങ്ങാനുള്ളത്. വജഅൽനാ നൗമക്കും സുബാത. തൊട്ടിലിൽ കിടക്കുന്ന നിനക്കൊരു ഉറക്കം വേണം. മനുഷ്യവർഗമേ, നിങ്ങളുടെ ഉറക്കത്തെ അല്ലാഹു ശരീരത്തിന്റെ റാഹത്താക്കി. സുബാത്ത് എന്ന് പറഞ്ഞ റാഹത്തല്ലേ അൻഫുസി, നിങ്ങളുടെ ശരീരത്തിന്റെ റാഹത്താക്കി തന്നു നിങ്ങളുടെ ഉറക്കം. തൊട്ടിലാകുന്ന ഭൂമിയിലെ നിന്റെ ഉറക്കം. അപ്പൊ തൊട്ടില് പോലെ വർണ്ണിക്ക. നീ ഒറ്റയ്ക്കല്ല. ഖലഖനാകും അസ്വാജ, നിന്റെ ഇണയുണ്ട്. തൊട്ടിലെ ഉറക്കം അല്ലാഹു ശരീരത്തിന്റെ റാഹത്താക്കി തന്നു. വജഅൽനൽ ലൈല ലിബാസ. ആ രാവിന്റെ ഇരുട്ടിനെ അല്ലാഹു നിങ്ങളുടെ സ്വകാര്യതയ്ക്ക് കൂടുതൽ ശക്തിയുമാക്കി തന്നു. കണ്ടോ 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 കണ്ടോ. അടുത്ത ആയത്ത് കേട്ടോ. നേരം പുലർന്നാൽ ഈ തൊട്ടിൽ സമാധാനത്തോടുകൂടെ നീയും നിന്റെ ഇണയും കഴിയാൻ നിനക്ക് വരുമാനം വേണം. വരുമാനമില്ലാത്ത കടവും കടത്തിന്റെ കൂടും ജീവിക്കാൻ മാർഗമില്ലാതെ വന്ന തൊട്ടിലിൽ കിടന്ന സമാധാനം ഉണ്ടാവില്ല, ബെഡ്റൂമിൽ സ്വസ്ഥത ഉണ്ടാവില്ല, സാമ്പത്തിക ബാധ്യതകളും മറ്റൊക്കെ വന്ന നേരം വെളുത്ത പണിക്ക് പോകണം. പകല് നിനക്ക് ജോലി ചെയ്യാൻ മഈശത്തിന്റെ സമയമാക്കി അള്ളാഹു തന്നു. എത്ര മനോഹരമായ ഒരു കുടുംബമാണ് ഈ ആയത്തുകളിൽ നമുക്ക് കാണാനുള്ളത്. അതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്, ഈ കുടുംബത്തിന്റെ മനോഹാരിതയെ വർണ്ണിച്ചത് വെറും കുടുംബമല്ല, ഭാര്യയും ഭർത്താവും ഒത്തുചേരുന്ന മണിയറ പോലത്തെ ഒരു അവസ്ഥയിലൂടെയുള്ള വർണ്ണനയാണ് ഈ കുടുംബത്തെ അള്ളാഹു വർണ്ണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ആയത്ത് പറഞ്ഞത് ഭൂമി അല്ലാഹു തൊട്ടിലാക്കി എന്നാണ്. തൊട്ടിലെ സുഖം, തൊട്ടിലിന്റെ സന്തോഷം അത് പറഞ്ഞു. പിന്നെ പറഞ്ഞത് തൊട്ടിലിന്റെ സുരക്ഷിതത്വമാണ്. അപ്പൊ തൊട്ടിലിൽ സമാധാനമായിട്ടിരിക്കാൻ പറ്റും. തൊട്ടില് സുരക്ഷിതമാണ്, സേഫാണ്, അതൊന്നും പൊട്ടി ചാടൊന്നുമില്ല. തൊട്ടിൽ നല്ല ഉറപ്പുള്ള ആണികളിൽ ജിബാല ഔത്താദ, ഉറപ്പുള്ള ആണില അടിച്ചിരിക്കുന്നത്. പിന്നെ പറഞ്ഞ ആയത്ത് നിങ്ങളെ ഇണകളാക്കി വഖലഖനാകും അസ്വാജ. അതായത് നീയും നിന്റെ ജീവിത പങ്കാളിയും എവിടെയുണ്ട്? ഇപ്പൊ തൊട്ടിലിന്റെ അകത്തുണ്ട്. എപ്പോഴാണ്? രാത്രിയാണ്. എന്താണ് പരിപാടി? ഉറങ്ങാൻ പോണു. ഉറക്കത്തിന് രാത്രി എത്ര സുരക്ഷിതമുണ്ട്? വല്ലാത്ത ഇരുട്ടുകൊണ്ട് രാത്രി ഒരു കരിമ്പടം പോലെ മറ പിടിച്ചിരിക്കുക. ആ സ്വകാര്യതയിൽ നീയും നിന്റെ ജീവിത പങ്കാളിയും മാത്രം. വജഅൽനാ നൗമക്കും സുബാത. ശരീരത്തിന് നല്ല സുഖവും സന്തോഷവും നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് സ്വന്തം ഭാര്യയോടൊപ്പം രാത്രി കിടന്നുറങ്ങൽ ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്ക് ശിഫയാണ് എന്നാണ് ഈ ആയത്ത് നമ്മുടെ മുന്നിൽ പറയുന്നത്. സുബാത്ത് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് റാഹത്ത് കിട്ടും, ശാരീരികവും മാനസികവുമായ സന്തോഷം, സുഖം, ആരോഗ്യം സ്വന്തം ഭാര്യയുടെ കൂടെ രാത്രി കിടന്നുറങ്ങുന്ന ആൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യാം. പിന്നെ പറഞ്ഞു നീയും നിന്റെ ഭാര്യയും തൊട്ടിലിന്റെ സുഖത്തിൽ സുഖനിദ്രയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മറ പിടിക്കാൻ വേണ്ടിയിട്ട് വജഅൽനൽ ലൈല ലിബാസ, ഇരുട്ടിന്റെ മറ നിങ്ങളെ തനിച്ചാക്കി സ്വകാര്യതയ്ക്ക് കൂട്ടുനിന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കണ്ടോ, ഇണകളെ പറയാണ്. ഈ ഇണക്കവും ഈ സന്തോഷവും, കിടപ്പറയിലെ സന്തോഷം നേരം പുലർന്നാൽ നിലനിൽക്കണമെങ്കിൽ കൃത്യമായ വരുമാനം വേണം. അതിനായി അടുത്ത ആയത്ത് അള്ളാഹു പറഞ്ഞു, പകലിനെ അള്ളാഹു ജീവിത സന്ധാരണ മാർഗമാക്കി. വജഅൽനൻ നഹാറ മആശ. നിന്റെ ഇണയെ പോറ്റാൻ, അവൾ ആവശ്യപ്പെടുന്നത് ചിരിച്ചുകൊണ്ട് വാങ്ങിക്കൊടുക്കാൻ നിനക്ക് പകല് പണിക്ക് പോയേ പറ്റൂ. പണിക്ക് പോവാതെ ഭാര്യയുടെ അടുത്ത് മാത്രം ഇരുന്നാൽ നിന്റെ കുടുംബജീവിതത്തിന് സന്തോഷം ഉണ്ടാവൂല. അതിനുണ്ട് എന്തോ ഒരു വലിയ മനഃശാസ്ത്രമാണ് റബ്ബേ. ഭാര്യയോട് സ്നേഹം തോന്നണമെങ്കിൽ ഭർത്താവെ നിനക്ക് വരുമാനം വേണം. ഭാര്യക്ക് നിന്നോട് സ്നേഹം തോന്നണമെങ്കിൽ നിനക്ക് വരുമാനം വേണം. അവളെ പുലർത്താൻ നിനക്ക് വരുമാനം വേണ്ടേ? അവളെ പുലർത്താം എന്ന് പറഞ്ഞുകൊണ്ടല്ല അവളുടെ വാപ്പയുടെ കയ്യിൽ നിന്ന് നീ വാങ്ങിക്കൊണ്ട് വന്നത്. അതിന് വരുമാനം വേണം. വജഅൽനൻ നഹാറ മആശ. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ മുന്നിൽ ഭാര്യ ഭർത്തൃ ജീവിതത്തിന്റെ മനോഹാരിതയെ, ഈ പ്രകൃതിയെ വർണ്ണിക്കുന്നത് എത്ര വലിയ രസകരമായ ആയത്തുകളിലൂടെയാണ്. ഒരു സ്വർഗത്തെ തന്നെ സൃഷ്ടിക്കുന്ന പോലെയാണ് ഈ ആയത്തുകളുടെ അവതരണം. അള്ളാഹു നമ്മുടെ കുടുംബജീവിതം സ്വർഗമാക്കട്ടെ, സ്വർഗതുല്യമാക്കട്ടെ. നിലവിൽ ഇണകൾ ഉള്ളവരോട് പറയാണ്, നിലവിൽ ഇണകളുള്ളവരോടൊന്ന് പറയട്ടെ,
നമ്മുടെ ജീവിതത്തിൽ കൂടെ ജീവിക്കാൻ അള്ളാഹു ഒരാളെ നിർണയിച്ചു തന്നിട്ടുണ്ട്. അത് ഭാര്യമാരോട് ഭർത്താക്കന്മാർ ചെയ്യുന്ന കടമകൾ എന്ന വിഷയത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ ഇത് ഭർത്താക്കന്മാരോടാണ് പറയുന്നത്. നിനക്ക് എന്തിനാണ് അള്ളാഹു തആല ഇണയെ തന്നത്? നിനക്ക് സമാധാനം തരുന്നവൾ ആയി മാറണം അവൾ. അതിനുള്ള ഒരു പരിശീലനം അവൾക്ക് നീ തന്നെ നൽകണം. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും അല്ലാഹു നിങ്ങളുടെ ഇണകളെ പടച്ചു. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൽ ലിതസ്കുനൂ ഇലൈഹാ. നിങ്ങൾക്ക് സമാധാനം തരുന്ന ആളായി നിങ്ങളുടെ ശരീരത്തിന്റെ അംശമായി നിങ്ങളുടെ ഇണയെ അല്ലാഹു പടച്ചു. അതായത് ശരീരത്തിൽ നിന്നാണ് നിന്റെ ഇണ എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. തന്റെ ഇണയെ തന്നെക്കാളും സ്നേഹിക്കണമെന്ന, നമ്മുടെ ശരീരത്തിൽ നിന്നും പടയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ പടയ്ക്കപ്പെട്ട വ്യക്തിയെ നമ്മൾ നമ്മെക്കാളും സ്നേഹിക്കണം എന്നതാണ് അതിന്റെ ഒരു രീതി. നമ്മുടെ ശരീരത്തിന്റെ അംശമാണെന്ന് പറയപ്പെടുന്നതിനെ നമ്മൾ നമ്മെക്കാളും സ്നേഹിക്കണം. അപ്പൊ അതിനർത്ഥം നമ്മെക്കാളും നമ്മൾ പ്രാധാന്യം കൊടുക്കണം നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്ക്, നമ്മുടെ ഭാര്യക്ക്. അവളുടെ കയ്യ് പൊള്ളുന്നത് നമ്മുടെ കയ്യ് പൊള്ളുന്നതിനേക്കാളും വേദന ഉള്ളതായി നമുക്ക് അനുഭവപ്പെടണം. അപ്പോഴാണ് ആ സ്നേഹത്തിന്റെ തീവ്രത. ആ തീവ്രതയ്ക്ക് ഒരു ദുആ തന്നെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കത് അവസാനം പറയാം. നിന്റെ ശരീരത്തിൽ നിന്നാണ് നിന്റെ ഇണയെ പടച്ചതെന്ന് പറയുമ്പോൾ അവളോട് നിനക്ക് തോന്നേണ്ട സ്നേഹം നിന്റെ സ്വന്തം ശരീരത്തോട് തോന്നുന്നതിനേക്കാളും വലിയ സ്നേഹം തോന്നണം. അതാണ് അതിന്റെ യുക്തി. ഞാൻ ഇത് വെറുതെ പറയല്ല, അങ്ങനെയാ ഖുർആൻ നമ്മുടെ മുന്നിൽ പറഞ്ഞത്. അവളുടെ കൈയൊന്ന് മുറിയുന്നതിന്റെ വേദന നിന്റെ സ്വന്തം കൈയാണ് മുറിയുന്നത് എങ്കിൽ അപ്പൊ നിനക്ക് തോന്നുന്നതിനേക്കാളും വലിയ വേദനയാവണം. അങ്ങനെ തോന്നുമോ? അങ്ങനെ തോന്നുന്നില്ല എങ്കിൽ, അതായത് ഭാര്യയുടെ കൈ മുറിഞ്ഞാൽ ഉണ്ടാവുന്ന വേദന ഭർത്താവ് നിന്റെ കൈയാണ് മുറിയുന്നെങ്കിൽ നിനക്ക് തോന്നുന്ന ആ വേദനയെക്കാളും വലിയ വേദനയായിട്ട് നിനക്ക് തോന്നുന്നില്ലെങ്കിൽ നീയും നിന്റെ ഭാര്യയും തമ്മിലുള്ള കെമിസ്ട്രി അത്ര കറക്റ്റ് ആയിട്ടില്ല. നിന്റെ ശരീരത്തിന്റെ അംശമാണ്, നിന്റെ ശരീരത്തിൽ നിന്നും പടയ്ക്കപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നതിനെ നിന്നേക്കാളും നീ സ്നേഹിക്കണം. ഉദാഹരണം, നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മുടെ ചോരയാണെന്ന് പറയുന്ന നമ്മുടെ മക്കള്, നമ്മുടെ കൈയും കാലും മുറിയുന്നതിനേക്കാളും നമുക്ക് വേദന അവരുടെ കൈക്കോ കാലിനോ ചെറിയൊരു പോറിന് പറ്റി നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് കഴിയില്ല. കാരണം എന്താ? അത് നമ്മുടെ ശരീരത്തിന്റെ ബാക്കിയാണ്, നമ്മുടെ പിൻഗാമിയാണ്. എന്നാൽ അതുപോലെയാണ് നിന്റെ ഭാര്യ എന്ന് ഖുർആൻ നിന്റെ ശരീരത്തിന്റെ അംശമാണ്. ശരീരത്തിന്റെ അംശമായി അള്ളാഹു പടച്ചതിനെയൊക്കെ നമ്മൾ നമ്മുടെ ശരീരത്തെക്കാളും സ്നേഹിക്കണം എന്നതാണ് അതിന്റെ യുക്തി. ഒറ്റ ഉദാഹരണം പറയാം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ നിന്നാണ് നിങ്ങളുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് എന്ന് ഖുർആൻ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെക്കാളും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതിനേക്കാളും ഒക്കെ ആ നബിയെ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങൾ മൂമിനാവില്ല എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എല്ലാരെക്കാളും, സ്വന്തം ശരീരത്തെക്കാളും, സ്വന്തം മക്കളെക്കാളും, സ്വന്തം ഭാര്യയെക്കാളും, സ്വന്തമായി എന്ന് പറയുന്ന എല്ലാത്തിനേക്കാളും ഞാൻ ഒരാളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനാവാതെ അവൻ മൂമിനല്ല എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാന്റെ ഒരു തിയറിയാണത്. സ്വന്തം ശരീരത്തിൽ നിന്ന് പടയ്ക്കപ്പെട്ടതിനെ നമ്മൾ നമ്മെക്കാളും സ്നേഹിക്കണമെന്ന് ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സൂറത്ത് തൗബ. നിങ്ങൾക്ക് വന്നിരിക്കുന്ന റസൂല് നിങ്ങളുടെ ശരീരത്തിൽ നിന്നാണ്. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വരുന്നതിനെ നിങ്ങളെക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടണമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക് അവരുടെ ശരീരത്തെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് ഖുർആൻ. അള്ളാഹു നമുക്ക് നമ്മുടെ നബിയോടുള്ള സ്നേഹം അങ്ങനെ ആക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ ശരീരത്തോട്
ശരീരത്തിന്റെ അംശത്തെ ചേർത്ത് വെക്കുമ്പോൾ ശരീരത്തിന്റെ അംശത്തോടാണ് നമുക്ക് കൂടുതൽ സ്നേഹം ഉണ്ടാവേണ്ടത്. മുത്തുനബിയെ പ്രയോഗിച്ചിരിക്കുന്നത് മിന്നംഫുസിക്കും എന്ന പ്രയോഗമാ, നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമെന്ന അതേ പ്രയോഗം തന്നെയാണ് ഭാര്യയെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. അതേ പ്രയോഗം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞത് ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, രണ്ടിലും അൻഫുസാണ്, മിൻ അൻഫുസിക്കും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നിന്നും പടക്കപ്പെട്ട എന്തിനേയും നമ്മേക്കാൾ നമ്മൾ സ്നേഹിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അങ്ങനെ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട നിന്റെ ഭാര്യയെ ഇത് നീ മനസ്സിലാക്കിക്കൊള്ളണം. ഭാര്യ അതറിഞ്ഞ് ആ വീക്ക് പോയിന്റ് നോക്കി ഭാര്യ ചൂഷണം ചെയ്യാൻ കയറരുത്. ഭാര്യയും തിരിച്ച് അങ്ങനെ തന്നെ വേണം. നിന്റെ ശരീരത്തിന്റെ പൂർണ്ണഭാഗമാണ് നിന്റെ ഭർത്താവ്. അപ്പൊ അങ്ങോട്ട് ആ ബന്ധമുണ്ടല്ലോ, അത് ഭാര്യയും തിരിച്ചു കാണിക്കും. ഒരു മനുഷ്യന് സമാധാനം അവന്റെ ഭാര്യയിൽ നിന്ന് കിട്ടുന്നുവെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സർവ്വ സന്തോഷങ്ങളും അല്ലാഹു നൽകിയതെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തബറാനി ഉദ്ധരിക്കുന്നു, ഇമാം ബൈഹഖി ശുഅബിൽ ഉദ്ധരിക്കുന്നു, ഖതീബ് തിബ്രിസി മിഷ്കാത്തുൽ ഉദ്ധരിക്കുന്നു. 4 കാര്യങ്ങൾ മൻ ഉഅതിയഹുന്ന ഫഖദ് ഉഅതിയ ഖൈറദ് ദുനിയ വൽ ആഖിറ. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഹദീസ് പറഞ്ഞതാ. 4 കാര്യങ്ങൾ ഒരാൾക്ക് കിട്ടിയാൽ അവന് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സർവ്വ സന്തോഷങ്ങളും കിട്ടിക്കഴിഞ്ഞു. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത്തേത് നന്ദിയുള്ള ഒരു മനസ്സ്, രണ്ടാമത്തേത് അള്ളാനെ ഓർത്ത് വർത്താനം പറയുന്ന നാവ്, മൂന്നാമത്തേത് അള്ള തന്ന ദുരന്തങ്ങളിലും റബ്ബിനെ വഴിപ്പെടുന്നതിലും ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ശരീരം, അഞ്ചാമത്തേത് വസൗജത്തുനൊരു ഭാര്യയാണ്. ലാ തബ്ഗീഹി ഖൗനൻ ഫീ നഫ്സിഹാ വലാ മാലിഹി. ഭർത്താവിന്റെ സമ്പത്തിലോ ഭാര്യ സ്വന്തം ശരീരത്തിലോ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യുകയുമില്ല, അവനെ വഞ്ചിക്കുകയുമില്ല. അങ്ങനത്തെ ഭാര്യ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സന്തോഷമാണ്, സർവകാല സന്തോഷമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ ഭാര്യ വലിയൊരു പദവിയുള്ള ആളാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് ഭാര്യയുടെ വില എന്താണെന്നറിയോ? ഒരു സദ്വൃദ്ധയായ പെണ്ണ്, നല്ല പ്രവർത്തനങ്ങളിലൂടെ നല്ലത് ചിന്തിച്ച് നടക്കുന്ന ഒരു സ്വാലിഹത്തായ പെണ്ണ്, അവൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും വലിയ വില ആ പെണ്ണിന്റെ വ്യക്തിത്വത്തിനാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല പെണ്ണുങ്ങളുണ്ട് ഇപ്പോഴും. ഭർത്താവിനെ മാത്രം സ്നേഹിച്ച് നല്ല ഇബാദത്തിൽ കഴിയുന്ന, ദീനിയായ ചിന്ത വിട്ട് പുറത്തു പോവാത്ത ഒരുപാട് നല്ല സ്ത്രീകളുണ്ട്. അല്ലാഹു അവരെ പോലെ നമ്മുടെ കുടുംബിനികളെയും നമ്മുടെ കുടുംബത്തിൽ എല്ലാവരെയും ആക്കി തരട്ടെ എന്ന് ദുആ ചെയ്യാം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആ പദവിയുള്ള മഹദിമാർക്ക് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. നല്ല പെണ്ണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഇമാം നസായി അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇന്ന ദുനിയാ കുല്ലഹാ മതാഅ്. ഈ ദുനിയാവ് മുഴുവനും വിലയിട്ട് ഓരോന്നിനെയും തിരിച്ചു വെക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളാണ്. ഈ ദുനിയാവിൽ എല്ലാത്തിനും നമുക്ക് വില പറഞ്ഞ് ഉറപ്പിക്കാൻ പറ്റും. ഇപ്പൊ എറണാകുളം ടൗണില് ഒരു 50 സെന്റ് സ്ഥലം വിലയില്ലാത്തല്ലോ, ഒരു വില അതിന് കാണാൻ കഴിയും. ഈ ലോകത്ത് എല്ലാത്തിനും ഒരു വില പറഞ്ഞു വെക്കാൻ പറ്റും. ഓരോന്നിനും മുഖ്യമന്ത്രി കസേരക്ക് വില പറയാൻ പറ്റും, പ്രധാനമന്ത്രി കസേരക്ക് വില പറയാൻ പറ്റും, എന്തെങ്കിലും ഒരു വില ഉണ്ടാവുമല്ലോ. എന്നാൽ വില പറയാൻ മനുഷ്യന് കഴിയാത്ത സാധനം സൽസ്വഭാവിനിയായ ഒരു പെണ്ണാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ സഹോദരിമാരൊക്കെ നല്ലവരാണ്, അവരുടെ വ്യക്തിത്വത്തിന്റെ വില നമുക്ക് പറയാൻ കഴിയും. നല്ല പെണ്ണ്, നല്ല ഭാര്യ, അവളുടെ വില പറയാൻ ആർക്കും കഴിയില്ലെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം സ്നേഹിച്ച് കഴിയണം. ഭാര്യ എന്ന പദവി ഖുർആൻ ആദരിച്ച പദവിയാണ്. അടുത്ത ക്ലാസ് അതാണ് നമ്മൾ പറയുന്നത്. ഭാര്യ എന്ന പദവി ഖുർആൻ ആദരിച്ചു പറഞ്ഞ ഒരു പദവിയാണ്, വല്ലാത്ത പദവി. ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ച് അടുത്ത ക്ലാസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നമ്മൾ പറയും. ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുമായി നമുക്ക് നല്ലൊരു കെമിസ്ട്രി ഉണ്ടാക്കണം, നല്ലൊരു സ്നേഹബന്ധം ഉണ്ടാക്കണം.
അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹുവോട് ഭാര്യമാര് ദുആ ചെയ്യണം ഭർത്താവിന് വേണ്ടി. ഭർത്താവ് നല്ല സ്നേഹമുള്ള മനുഷ്യനാവാൻ വേണ്ടിയിട്ട്, ഭാര്യയ്ക്ക് വേണ്ടി ഭാര്യ നല്ല സ്നേഹമുള്ള ഭാര്യയാവാൻ. നമ്മുടെ മനസ്സിലെ സങ്കല്പങ്ങളൊക്കെ തച്ചു തകർത്ത് അതിനപ്പുറത്തേക്ക് നമ്മൾ കണക്ക് കൂട്ടാത്ത വലിയ ഒരു ലോകത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്ന സ്നേഹ നിധികളായ ഭാര്യമാരാവാൻ. ഓരോ ഭാര്യമാരും ഓരോ ഭർത്താക്കന്മാരും ചൊല്ലല് കൂലിയുള്ളതായും ഫലമുള്ളതായും ഖുർആൻ പറഞ്ഞ ഒരു ദുആയുണ്ട്. ഈമാന്റെ അടയാളം ഈ ദുആ ചെയ്യുന്ന ആളുകളുടെ സ്വഭാവം. ഈ ദുആ സ്ഥിരമായി ചെയ്യുന്നവരാണ് ശരിയായ മുഅ്മിൻ. ഈ ദുആ സ്ഥിരമായി ചെയ്യുന്ന ആളുകളാണ് ശരിയായ മുഅ്മിൻ. എവിടെയുണ്ട് ഈ ആയത്ത്? സൂറത്തുൽ ഫുർഖാനിന്റെ 74-ാമത്തെ ആയത്ത് ഈ സംബന്ധമായി പറയുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ കൂടെയുള്ള ഇണകൾക്ക് വേണ്ടി, നമ്മുടെ കൂടെ ജീവിക്കുന്ന ഇണകൾക്ക്, അതായത് ഭാര്യക്കും ഭർത്താവിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം വർദ്ധിക്കാൻ ഈ ദുആ വേണം. ഈ ദുആ ഉണ്ടാവണം. ഈ ദുആ പതിവാക്ക എന്നത് ഈമാന്റെ അടയാളമാണ്. ഒരു പൂർണ്ണ മുഅ്മിനാണ് ഇത് പതിവാക്കുകയുള്ളൂ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ഈ ദുആ ഞങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാമെങ്കിൽ ഓതിയേ പറ്റൂ. ഈ ദുആ പതിവാക്കണം. ഈ ദുആന്റെ മഹത്വം അറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ ഇതൊരു ആയത്തായി പറഞ്ഞു. ഈമാനുള്ളവരുടെ അടയാളം പറഞ്ഞോടത്ത് ഈ ദുആ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈമാനുള്ളവൻ ഈ ദുആ പതിവാക്കും. റബ്ബനാ ഹബ് ലനാ, അല്ലാഹുവേ ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങൾക്ക് കഴിയൂല, നീ ഞങ്ങൾക്ക് നിന്റെ ഔദാര്യമായി തരണം. മിൻ അസ്വാജിനാ, എന്റെ കൂടെ ജീവിക്കുന്ന എന്റെ ഭർത്താവ്, എന്റെ കൂടെ ജീവിക്കുന്ന എന്റെ ഭാര്യ, അവരിൽ ഞങ്ങൾക്ക് കഴിയൂല, നിനക്കേ കഴിയൂ, നീ നിന്റെ ഔദാര്യമായി ഓസാരമായി നൽകണം. ഖുർറത അഅ്യുൻ, അല്ലാഹുവേ ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങളുടെ ഭാര്യയെ കാണുമ്പോൾ ആ കണ്ണ് വേറെ എവിടെയും ഇനി പോവാത്ത വിധം അവളിൽ തന്നെ തറച്ചു നിൽക്കാൻ അവൾ ഞങ്ങളുടെ മുന്നിൽ സൗന്ദര്യം കൊണ്ടും മഹത്വം കൊണ്ടും വലുതാവണം. അല്ലാ, ഞങ്ങളുടെ ഭർത്താവ്, അദ്ദേഹത്തെ ഞങ്ങൾ നോക്കുമ്പോ അല്ലാഹുവേ സൗന്ദര്യം കൊണ്ടും ബഹുമാനം കൊണ്ടും ഞങ്ങളുടെ കണ്ണ് അതിനപ്പുറം ആരിലേക്കും പോവാതെ ഞങ്ങളുടെ കണ്ണിനെ നീ പിടിച്ചു നിർത്തണേ അല്ലാ. ഞങ്ങളുടെ കണ്ണിന് സന്തോഷം നൽകണേ അല്ലാ. മാത്രവുമല്ല, ഞങ്ങളുടെ മക്കളെ നോക്കുമ്പോഴും ഞങ്ങൾക്ക് ആ കണ്ണിന് കുളിർമ ഉണ്ടാവണം. ആ മനുഷ്യനിൽ എനിക്കുണ്ടായ എൻ്റെ മക്കളില്ലേ, അവളിൽ എനിക്കുണ്ടായ എൻ്റെ മക്കളില്ലേ, അവരെ കാണുമ്പോഴും എനിക്ക് എൻ്റെ കണ്ണിന് വല്ലാത്തൊരു തണുപ്പും കുളിർമയും സന്തോഷവും ഉണ്ടാവണം അല്ലാ. ഈ ദുആ മാത്രമല്ല, എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും അവരുടെ മുന്നിൽ നിന്നിട്ട് എനിക്ക് നല്ല കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അവരെക്കാളും നല്ലവരായി എന്നെ മാറ്റണേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങളുടെ ഇമാമ് എന്ന പദവി നീ എനിക്ക് നൽകണേ എന്ന ഒരു ദുആ. ഇത് ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ഈമാനുള്ളവൻ സ്ഥിരമായി ഓതുന്ന ഒരു ദുആയായിരിക്കും ഇത്. അല്ലാഹു നമ്മെ ഈമാനുള്ളവരിൽ ചേർക്കട്ടെ.